ഒരിക്കലും കട്ട് ഓഫ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ ഇടിച്ചു കയറരുത്. അങ്ങനെ ഇടിച്ചു കയറി ഇടുക്കിയുടെ അവസ്ഥ വരും കേട്ടോ, ഇടുക്കിയുടെ അവസ്ഥ വരും. അപ്പോൾ എടാ ഏത് ജില്ലയെ കൊടുക്കണമെന്ന ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് എവിടെ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമല്ല, ഓരോ കാറ്റഗറിക്കാരനും ഇത് എന്ത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ എൻറ്റയർ ഡിസിഷൻ നിങ്ങളുടേതായിരിക്കണം. അവസാനം തീരുമാനം എടുത്തിട്ട് അയ്യോ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാനും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഇൻഫോർമേഷൻ ആണ് സഹകാരി തരുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണുക. ഹായ് ഫ്രണ്ട്സ്, എടാ LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന മുതൽ തന്നെ കുട്ടികളെല്ലാവരുടെയും ആവശ്യമാണ് നമുക്ക് ഇതിൻ്റെ ഏത് ജില്ലയിൽ അപേക്ഷ കൊടുത്തതിന് സാധ്യത കൂടുതലുണ്ട് എന്നതിനെ കുറിച്ച് സാറേ ഡീറ്റെയിൽഡ് സ്റ്റഡി വേണം എന്നുള്ള കാര്യത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സ്റ്റഡിയിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു ഒറ്റ പാരാമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വേരിയസ് ആണ്, ഒരു സംശയം വേണ്ട. പക്ഷേ വേരിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നമ്മുടെ ഈ LD ടൈപ്പിസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ആ പോസ്റ്റിങ്ങിലേക്ക് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് നടക്കുന്ന ജില്ല ഒരു സ്ഥലം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടെ കയറി അപേക്ഷിച്ചാൽ എവിടെ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 224 പേരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാൻഡിഡേറ്റ്. ഇപ്പോൾ നിലവിൽ മൊത്തം 112 അഡ്വൈസ് ട്രിവാൻഡ്രം ജില്ലയിൽ പോയിട്ടുണ്ട്. ആ ജില്ലയിൽ തന്നെ എല്ലാവരും കൊടുക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഇടിച്ചു കയറ്റം എവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കട്ട് ഓഫ് 63.33 എന്ന ഒരു നിലയിലേക്ക് ഉയർന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കട്ട് ഓഫ് ഉയർന്ന് അല്ലെങ്കിൽ നമുക്ക് 224 പേര് ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്കാണ് 63.33 കട്ട് ഓഫ് വന്നതെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ വന്നത്. അപ്പോൾ കട്ട് ഓഫും അതുപോലെ ഓപ്പർച്യൂണിറ്റിയും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങൾ. അതിനോടൊപ്പം നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, ആ കാറ്റഗറിയിൽ ഏതൊക്കെ ജില്ലകളിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 14 ജില്ലയിലും ഒരു ഈക്വൽ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ നോക്കടാ എത്ര പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് 766 പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകൾ ഏകദേശം ഒരു വർഷം കൂടെ 1.5 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 1000-ന് മുകളിൽ 1200 1300ഓളം പേർക്ക് മൊത്തത്തിൽ അഡ്വൈസ് പ്രതീക്ഷിക്കുന്നു ഈ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും. അപ്പോൾ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എന്തൊക്കെ എവിടെയൊക്കെ നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് നേരത്തെ പറഞ്ഞ പോലെ 63.33 ആയിരുന്നു. മൊത്തം 224 കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തി നിലവിൽ OC അതായത് ഓപ്പൺ കാറ്റഗറിയിൽ 75ാം റാങ്ക് വരെ തീർന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഈഴവ തൊട്ടകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈഴവയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ജില്ലയിലും വലിയ ആവറേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എടുത്തു പറയാനില്ല. കാരണം നമുക്ക് ഈ OC എടുത്ത് നോക്കിയാൽ OCയേക്കാളും കൂടിയ റാങ്കുകളിൽ നിന്നും ഈഴവ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈഴവയ്ക്ക് അഡ്വാൻറ്റേജ് ഉള്ളൂ. അപ്പോൾ ഈഴവക്കാർക്ക് ഏത് ജില്ല വേണം സെലക്ട് ചെയ്യാം. നോക്കാം. ട്രിവാൻഡ്രത്ത് 63 പോട്ടെ, OC 75 പോയപ്പോഴത്തെ ഈഴവ 74, കൊല്ലം 29 30, 22 21, 25 26, 30 32, 50 49. ഒരു ജില്ലയിലും അങ്ങനെ അഡ്വാൻറ്റേജ് ഈഴവയ്ക്ക് ഇല്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. ചെറിയ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ചില ജില്ലകൾ കിട്ടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 31 വരെ ഓപ്പൺ പോയപ്പോഴത്തേക്കും ഈഴവ 34 വരെ പോയിട്ടുണ്ടെന്നുള്ള ചെറിയൊരു അഡ്വാൻറ്റേജ് ചില ജില്ലകൾ. അതുപോലെ ഇടുക്കിയിൽ 33 വരെ പോയപ്പോഴത്തേക്കും 37 വരെ ഈഴവ പോയിട്ടുണ്ട്. അതുപോലെ കോട്ടയത്ത് 2 എണ്ണം എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു അതൊരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റത്തില്ല. അടുത്ത ലിസ്റ്റിൽ അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് നിലനിൽക്കുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈഴവ കാറ്റഗറിക്കാർക്ക് എല്ലാ ജില്ലയും ഈക്വൽ തന്നെയാണ്. അപ്പോൾ നോക്കടാ ഓരോ ജില്ലകളിലെയും നോക്കാം. തിരുവനന്തപുരം ജില്ല കട്ട് ഓഫ് 63.33. അപ്പോൾ അവിടെ മൊത്തം എത്ര പേർക്കാണ് അഡ്വൈസ് കിട്ടിയത്? മൊത്തം അഡ്വൈസ് കിട്ടിയത് 112 പേർക്ക് ഇപ്പോൾ നിലവിൽ അഡ്വൈസ് പോയി കഴിഞ്ഞു. അടുത്ത് നമ്മൾ കൊല്ലം ജില്ല നോക്കാം. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് 55.33 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക്. മൊത്തം 122 പേരെ ഉൾപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇവൻ നിലവിൽ OC 29 വരെ പോയിട്ടുള്ളൂ, ഈഴവ 30 വരെ, SC അങ്ങനെ മൂവ്മെന്റ് ഇല്ല, ST ഏതുവരെ സപ്ലിമെന്ററി 5 വരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ST കാറ്റഗറി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ SC കാറ്റഗറി ഉള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. തിരുവനന്തപുരം അതുപോലെ കൊല്ലം അല്ലേ, അവിടെ 2 സ്ഥലത്ത് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് എടുത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ട്രിവാൻഡ്രം SC സപ്ലിമെൻ്ററി 3 വരെ പോയിട്ടുണ്ട്. പിന്നെ SC സപ്ലിമെൻ്ററി ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് എറണാകുളം പോയിട്ടുണ്ട് 2, ഇടുക്കി പോയിട്ടുണ്ട് 2, മലപ്പുറം 1, കോഴിക്കോട് 1, വയനാട് 1, കണ്ണൂർ 1 അല്ലേ, അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാസർഗോഡെല്ലാം SC എല്ലാം വിത്തിൻ OC ആണ് വരുന്നത്. ഇല്ലാത്ത എല്ലാം വിത്തിൻ OCക്ക് അകത്താണ് വന്നിട്ടുള്ളത് കേട്ടോ.
അതുപോലെ ST എടുക്കുമ്പോഴത്തേക്കിടാം നമുക്ക് നോക്കാം. തിരുവനന്തപുരം ഇല്ല, കൊല്ലത്ത് 5 വരെ പോയിട്ടുണ്ട് ST കേട്ടോ. പത്തനംതിട്ട 2 വരെ പോയിട്ടുണ്ട്. ഇതെല്ലാം സപ്ലിമെന്ററി ആണ്. SL തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ്. അതായത് നമുക്ക് മെയിൻ ലിസ്റ്റ് തീർന്ന് സപ്ലിമെന്ററി കയറി എടുത്ത ജില്ലകളിൽ സപ്ലിമെന്ററി ഏറ്റവും കൂടുതൽ റാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ ST കാർക്ക് പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ എറണാകുളത്ത് മൊത്തം 7 വരെ സപ്ലിമെന്ററിന്ന് പോയിട്ടുണ്ട്. ഇടുക്കിയിൽ 1 പോയിട്ടുള്ളൂ സപ്ലിമെന്ററി. തൃശ്ശൂരിൽ നിന്നും 5 വരെ സപ്ലിമെന്ററി ലിസ്റ്റ് ST കയറി പോയിട്ടുണ്ട്. പാലക്കാട് അങ്ങനെ പോയിട്ടില്ല, വിത്തിൻ OC ആയിരിക്കും. മലപ്പുറത്തും വിത്തിൻ OC ആണ്, 109 വരെ പോയിട്ട്. അത് നിങ്ങൾ നോക്കണ്ട. ഈ സപ്ലിമെന്ററി കയറിപ്പോയ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഈ പറഞ്ഞ പാർട്ടിക്കുലർ കാറ്റഗറിയുടെ എണ്ണത്തിൽ താരതമ്യേന കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാറ്റഗറിക്കാർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. പിന്നെ നമുക്ക് നോക്കാം, മുസ്ലിം എടുക്കുമ്പോഴത്തേക്കും കൊല്ലം എടുക്കുമ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? കൊല്ലം 24 ഗുണമില്ല, 22 OC, 66. പത്തനംതിട്ട ചെറിയൊരു ഗുണം മുസ്ലിംസിനുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിലുണ്ടായിരുന്നു, ഇപ്പോഴും ആവർത്തിക്കുമോ നമുക്കറിയില്ല. ആലപ്പുഴയും ചെറിയൊരു ഗുണം മുസ്ലിംസിനുണ്ട്. എന്നാൽ കോട്ടയം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 30, 58 അത്ര അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് ഇത്രയുണ്ടാ നിങ്ങൾ മനസ്സിലാക്കുക. എറണാകുളം ജില്ലയിൽ 51 വരെ ഓപ്പൺ കാറ്റഗറി പോയപ്പോൾ 75ാമത് കിടന്ന മുസ്ലിമിന് ജോലി കിട്ടിയിട്ടുണ്ട്, മുസ്ലിം കാറ്റഗറിക്കാരന് ജോലി കിട്ടിയിട്ടുണ്ട്. ഇടുക്കി 33 വരെ പോയപ്പോഴത്തേക്കും അടുത്തത് നമുക്ക് മുസ്ലിം 54 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഏറെക്കുറെ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു ഗുണം ഉണ്ട്. തൃശ്ശൂരിലുണ്ടല്ലേ, തൃശ്ശൂരിൽ എത്ര അഡ്വാൻറ്റേജ് ഉണ്ടോ? 28 വരെ ഓപ്പൺ കാറ്റഗറി പോയപ്പോഴത്തേക്കും 83 വരെ മുസ്ലിംസിന് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ റാങ്ക് 83 വരെ തീർന്നു പോയിട്ടുണ്ട്. അതുപോലെ പാലക്കാട് 29 പോയപ്പോഴത്തേക്കും മുസ്ലിം 26 വരെ പോയുള്ളൂ. അഡ്വാൻറ്റേജ് ഇല്ല, അതൊരു നിൽ അഡ്വാൻറ്റേജിൽ നിൽക്കുകയാണ്. മലപ്പുറം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അഡ്വാൻറ്റേജ് വരില്ല. നമുക്കറിയാം നോർമലി 24 ഓപ്പൺ വരെ പോയപ്പോഴത്തേക്കും മുസ്ലിം 27 വരെ പോയിട്ടുള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കോഴിക്കോട് 31, 43 കണക്ക്. വയനാട് 81 15 വരെയാണ് കേട്ടോ ഓപ്പൺ കാറ്റഗറി. ഏറ്റവും കുറഞ്ഞ അഡ്വൈസ് ഉപയോഗിക്കുന്ന വയനാടാണ്. കാസർഗോഡാണ് ഏറ്റവും കുറഞ്ഞ അഡ്വൈസ് ഉപയോഗിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നോക്കാമെന്ന്. കാസർഗോഡിലെ മൊത്തം 25 അഡ്വൈസ് പോയി. അതുപോലെ വയനാട് 26 അഡ്വൈസേ പോയുള്ളൂ. അപ്പോൾ കാസർഗോഡും വയനാടും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊന്നും നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്ന് കഴിഞ്ഞ് നിങ്ങൾ ആരും അവിടെ വെക്കരുത് നല്ല പറയുന്നത്. അവിടുത്തെ കട്ട് ഓഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെയും ഈ കാസർഗോഡ് ജില്ലയിൽ 64 പേരെ ഉൾപ്പെടുത്താൻ വേണ്ടി 55.33 കട്ട് ഓഫ്. വയനാട് ജില്ലയിൽ 81 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. അവിടെ എത്ര? 53.67 കട്ട് ഓഫ്. ചരിത്രപരമായിട്ട് കുറഞ്ഞ കട്ട് ഓഫ് ഇവിടെ രേഖപ്പെടുത്തി, വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അഡ്വൈസ് താരതമ്യേന കുറവാണ്. അപ്പോൾ വലിയ ഗുണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ ഗുണങ്ങൾ എങ്ങും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു പഠനത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി മുസ്ലിമിൻ്റെ കാര്യം പറഞ്ഞു. LCAയിൽ നോക്കടാ. LC പത്തനംതിട്ട LC ലാറ്റിൻ കത്തോലിക്കൻ അല്ലേ, അതുപോലെ എന്താണ്, അപ്പോൾ അത് സപ്ലിമെൻ്ററിയിൽ പോയിട്ടുണ്ട് പത്തനംതിട്ടയിൽ. അതുപോലെ എറണാകുളത്തും എന്താണ് LC സപ്ലിമെൻ്ററി പോയിട്ടുണ്ട്. പൊതുവേ എറണാകുളം, പത്തനംതിട്ട LCയുടെ ഒരു ലോ പ്രയോറിറ്റി ഉള്ള മേഖലയാണ്. പൊതുവേ LCയുടെ ആൾക്കാരുടെ എണ്ണം കുറവാണ് പൊതുവേ. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടി, ആ ഒരു കാറ്റഗറി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഒരു സ്ഥലത്തും വ്യക്തമായ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പറയാൻ ഇല്ല. LCAയുടെ കാര്യത്തിൽ. OBCയുടെ കാര്യത്തിലും വലിയ വ്യതിയാനങ്ങളൊന്നും നമുക്ക് എങ്ങും പറയാനില്ല. 63 വരെ പോയിരിക്കുന്നത് 51 ഇല്ല, ഒരു വ്യത്യാസങ്ങൾ വലിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി വിശ്വകർമ്മ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രിവാൻഡ്രം 104 വരെ പോയിട്ടുണ്ട്. എറണാകുളത്ത് 161 വരെ പോയിട്ടുണ്ട് കേട്ടോ. OC വെറും 51 അഡ്വൈസ് ആണ് സ്ഥലത്ത്. എറണാകുളത്ത് 161 വരെ വിശ്വകർമ്മ പോയിട്ടുണ്ട്. പിന്നെ വിശ്വകർമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടിയ ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ 81ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയും പോയിട്ടുണ്ട്. 85ാമത്തെ റാങ്ക് വരെ വിശ്വകർമ്മ തീർന്നു പോയിട്ടുണ്ടെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിശ്വകർമ്മക്കാർക്ക് ഈ 3-4 ജില്ലകളിൽ ഏതെങ്കിലും ജില്ല ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ SIUC നാടാർ. SIUC നാടാർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിലും വിത്തിൻ OC തന്നെയാണ്, എത്തിനല്ല ജസ്റ്റ് ഫ്രണ്ടിൽ പോയി. അതുപോലെ വലിയ അഡ്വാൻറ്റേജുകൾ SIUC നാടാറും എങ്ങും രേഖപ്പെടുത്തിയാൽ കാണുന്നില്ല. പിന്നെ വരുന്നത് ഹിന്ദു നാടാർ വരുമ്പോഴത്തേക്കും നമുക്ക് സപ്ലിമെൻ്ററി കോഴിക്കോട് മാത്രമാണ് ഹിന്ദു നാടാർ സപ്ലിമെൻ്ററിയിലോട്ട് പോയിട്ടുള്ളത്. കോഴിക്കോട് നിലവിൽ ശ്രദ്ധിക്കും മക്കളെ, OC 31 വരെ തീർന്നു പോയപ്പോഴത്തേക്കും, അതായത് കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ അഡ്വൈസ് എടുക്കുമ്പോഴത്തേക്കും 60 പേരെ അഡ്വൈസ് ചെയ്തപ്പോഴത്തേക്കും ഹിന്ദു നാടാർ ആരുമില്ല, സപ്ലിമെൻ്ററിയിൽ നിന്ന് ആളെടുക്കേണ്ട സാഹചര്യം കോഴിക്കോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു നാടാർ കാറ്റഗറിയുള്ള ആൾക്കാർക്ക് കോഴിക്കോട് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക എല്ലാവരും. ഞാൻ ഈ പറയുന്നതെല്ലാം നമുക്ക്
വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് എവിടെ അപേക്ഷ കൊടുക്കണം എന്ന് തീരുമാനം എടുക്കുന്നതിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വരുന്നത് SCCC, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ കൺവെർട്ടർ ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നത് നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ട്രിവാൻഡ്രം സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട്, കൊല്ലം സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട്, അതുപോലെ മലപ്പുറം സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട്, കോഴിക്കോട് സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജില്ലകൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടർ ക്രിസ്ത്യാനിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. അതുപോലെ ധീവര ഏറ്റവും കൂടുതൽ നമുക്ക് കൊല്ലത്താണ് കയറിപ്പോയിട്ടുള്ളത്. അതായത് നമുക്ക് കൊല്ലത്ത് മൊത്തം 29 വരെ ഓസ് തീർന്നപ്പോഴത്തേക്കും ധീവരയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് വന്നു. 100ാമത്തെ റാങ്കുള്ള ധീവരയ്ക്ക് വരെ കിട്ടി, പക്ഷേ സപ്ലിമെൻ്ററി എങ്ങും കയറിയിട്ടില്ല. ഇനി EWSകാർക്കും ഈ പറഞ്ഞ പോലെ മലപ്പുറത്ത് EWSകാർക്ക് നല്ലൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് EWSകാർക്ക്. കാരണം EWS കുറവാണ് മലപ്പുറത്ത്, അതാണ് കാരണം. അപ്പോൾ നോക്കണം, മൊത്തത്തിൽ OC 24 പേർ തീർന്നപ്പോഴത്തേക്കും 100ാമത്തെ EWSകാരനോ അല്ലെങ്കിൽ കാര്യോ കയറിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഗുണം. അത് അവിടെ മലപ്പുറമാണ് 3 ഡിജിറ്റ് നമ്പറിലേക്ക് EWS കയറിപ്പോയിട്ടുള്ളത്. പിന്നെ 88 കിടക്കുന്ന സ്ഥലം നോക്കാം. ആലപ്പുഴയിൽ മൊത്തം 25 അഡ്വൈസ് പോയപ്പോഴത്തേക്കും 88ത്തെ EWSകാരൻ കയറിപ്പോയി. അതുപോലെ 87ാമത്തെ കോഴിക്കോട് ജില്ലയിൽ മൊത്തം 31 OC പോയപ്പോഴത്തേക്ക് 87ാമത്തെ EWSകാർ അല്ലെങ്കിൽ കാര്യം കയറിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തൃശ്ശൂർ ജില്ലയിലും അതേ അഡ്വാൻറ്റേജ് ഉണ്ട്. OC 28 പോയപ്പോൾ 76ാമത്തെ EWSകാരൻ കയറിപ്പോയി. അങ്ങനെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ജില്ലകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ജില്ലകളിൽ EWSകാർക്ക് കുറച്ചധികം അഡ്വാൻറ്റേജ് കുറച്ചധികം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ആ ജില്ലകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ജില്ലകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ആ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം അപ്പോൾ ഏത് ജില്ലയെ കൊടുക്കണമെന്ന ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ വാല്യൂസാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് എവിടെ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമല്ല, ഓരോ കാറ്റഗറിക്കാരനും ഇത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ എൻറ്റയർ ഡിസിഷൻ നിങ്ങളുടേതായിരിക്കണം. അവസാനം തീരുമാനം എടുത്തിട്ട് അയ്യോ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാനും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഇൻഫോർമേഷനാണ് സഹകാരി തരുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണുക. ഓക്കെ, അപ്പോൾ അടുത്തത് EWS ആയി. ഇനി നമുക്ക് ബാക്കി വരുന്നത് ലോ വിഷൻ, ഹിയറിംഗ് ഇമ്പയർഡ്, അതൊക്കെയാണ്. അപ്പോൾ അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അതിനൊന്നും ഒരു പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും വരുന്നില്ല, ഒരു ജില്ലയിലും വരുന്നില്ല കേട്ടോ. ലോ വിഷൻ ആണെങ്കിൽ, ഹിയറിംഗ് ഇമ്പയർഡ്, മോട്ടോർ ഡിസബിലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും ഈക്വൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജാണ് വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ആരാണ്? SC, ST, മുസ്ലിം, LC, OBC, വിശ്വകർമ്മ, SIS നാട, ഹിന്ദു നാടാർ, ഷെഡ്യൂൾ കാസ്റ്റ് കൺവെർട്ടർ ക്രിസ്ത്യാനി, ധീവര, EWS, ഇത്രയും പേർക്കുള്ള അഡ്വാൻറ്റേജസ് പൊതുവേ ഏതൊക്കെ ജില്ലകളിലാണ് ഇച്ചിരി കൂടുതൽ നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ ജില്ലകളിലെയും കട്ട് ഓഫ് മാർക്ക് ഇനി നമ്മൾ ഏതൊക്കെ ഡാറ്റയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ നിൽക്കുന്നു, നമ്മൾ ഏത് ജില്ലയിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒന്ന് കട്ട് ഓഫ് മാർക്ക് ഇതിനു മുന്നേ എങ്ങനെ നിന്നു, എന്താ കാര്യം? തിരുവനന്തപുരം ജില്ലയിൽ ആൾ കൂടുതലായിരുന്നു, അതുപോലെ ആളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് 63 നിന്നു. കൊല്ലം ജില്ലയിൽ മൊത്തം 122 പേരുടെ ലിസ്റ്റ്മെന്റ് ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 55 കട്ട് ഓഫ് പോയി. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അപേക്ഷകരും കുറവായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ഓഫും കുറഞ്ഞ ആളും കുറഞ്ഞത്. പത്തനംതിട്ട ജില്ലയെ കട്ട് ഓഫ് നോക്കുക, അതുപോലെ എത്ര അഡ്വൈസ് പോയി നോക്കുക, OC എത്ര വരെ തീർന്നു, അതാണ് പ്രധാനപ്പെട്ട ഒരു സൂചകം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ആലപ്പുഴ ജില്ല അതേപോലെ 53 കട്ട് ഓഫ്, ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിലായിരുന്നു. അതുപോലെ OC ഏതുവരെ തീർന്നു പോയടാ? 25 വരെയാണ് പോയിട്ടുള്ളത്. മുഴുവൻ അഡ്വൈസ് എത്രയാണെന്നുള്ള റൈറ്റ് സൈഡ് കിടപ്പുണ്ട്. കോട്ടയം 56 വരെ പോയി കട്ട് ഓഫ്, 119 വരെ ഉൾപ്പെടുത്തി. OC ഇപ്പോൾ നിലവിൽ കോട്ടയത്ത് 30 വരെ തീർന്നു പോയി. എറണാകുളം 57.33 കട്ട് ഓഫ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം തന്നെയാണ്. അതിൽ കുറഞ്ഞ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എവിടെയാണ്ടാ? കോഴിക്കോട് ജില്ലയാണ് അതിൽ കുറഞ്ഞ കട്ട് ഓഫ് വന്നത്. അതിലും കുറഞ്ഞ കട്ട് ഓഫാണ് ഇവിടെ വന്നേക്കുന്നത്, എറണാകുളത്ത് വന്നേക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് 57.33 കട്ട് ഓഫ് വന്നപ്പോഴത്തേക്കും കാൻഡിഡേറ്റ് 113 വരെയായിരുന്നു. അഡ്വൈസ് അത്യാവശ്യം 51 വരെ തീർന്നു പോയിട്ടുണ്ട്. വളരെ നല്ല ഒരു നമ്പറാണത്. അപ്പോൾ എറണാകുളം ഒരു കിടിലൻ നമ്പറാണ്. കോഴിക്കോടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം നല്ലൊരു നമ്പറാണ് കേട്ടോ. ഇനി അടുത്ത ഇടുക്കിയിൽ 60 കട്ട് ഓഫ്, എറണാകുളത്തിന് കൂടുതലായിരുന്നു. ഇടുക്കിയിൽ അതിന് മുന്നത്തിന് കട്ട് ഓഫ് കുറഞ്ഞു പോയത് കൊണ്ട് ആൾക്കാർ അടിച്ചു കയറി പോയതാണ് ഇപ്പോൾ ഇടുക്കിയിൽ കട്ട് ഓഫ് കൂടാൻ കാരണമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, ഒരിക്കലും കട്ട് ഓഫ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ ഇടിച്ചു കയറരുത്. അങ്ങനെ ഇടിച്ചു കയറി ഇടുക്കിയുടെ അവസ്ഥ വരും കേട്ടോ, ഇടുക്കിയുടെ അവസ്ഥ വരും. അപ്പോൾ അതേപോലെ തൃശ്ശൂരിൽ 56.67 കട്ട് ഓഫ് വന്നു. കാൻഡിഡേറ്റ്സ് എത്ര? കാൻഡിഡേറ്റ്സ് 130 പേര്. OC 28 വരെ തീർന്നു പോയി. മലപ്പുറം 56.33, കോഴിക്കോട് 58.33, വയനാട് 53.67, കണ്ണൂർ 55.67, കാസർഗോഡ് 55.33. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല തിരുവനന്തപുരം. അപ്പോൾ നിങ്ങൾ
ഒന്ന് നോക്കേണ്ട കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, മൊത്തം എത്ര അഡ്വൈസ് പോയി എന്നുള്ളതായിരുന്നു നോക്കുക. തിരുവനന്തപുരം 112, കൊല്ലം 50, പത്തനംതിട്ട 42, ആലപ്പുഴ 46, 51 കോട്ടയം, 92 എറണാകുളം, അതുപോലെ 57 ഇടുക്കി, 57 തൃശ്ശൂർ, അതുപോലെ 47 അഡ്വൈസ് മൊത്തം പാലക്കാട് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം 766 അഡ്വൈസാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത് കേട്ടോ, 766 അഡ്വൈസുകൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡാറ്റ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പേജും മറിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ലിങ്കോ ഞാൻ താഴത്തെ ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം, ഈ ഷീറ്റ് ഉപയോഗിക്കാം. എന്തായാലും നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും വളരെ ബുദ്ധിപൂർവ്വം കൊടുക്കുക. ഇനി എവിടെ കൊടുത്താലും പൊന്നു മക്കളെ, ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് എടുത്ത് പറയാണ്, നിങ്ങൾ ആദ്യ 10 ഒരാളായി വരണം. മനസ്സിലായ? ആദ്യ 10 ഒരാളായി വരാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എഫേർട്ട് ഇടണം. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ 1 ലക്ഷത്തിൽ ആദ്യ 10 വരാനല്ല പറയുന്നത്. ഒരു 10-600 പേരാണ് ആവറേജ് ഒരു ജില്ലയെ അപേക്ഷിക്കുക, അല്ലെങ്കിൽ 700-800 കൂട്ടിക്കോ നിങ്ങൾ, 800 പേരാണ് ആവറേജ്. അതിൽ ആദ്യ 10 വരാനാണ് പറയുന്നത്. ഒരു PSC പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും ഇത്ര കുറച്ച് ആപ്ലിക്കൻസിൽ നിന്നും ഇത്രയും പേർക്ക് ജോലി കിട്ടുന്ന വേറെ പരീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ തല മുട്ടയടയ്ക്കും. മനസ്സിലായിരുന്നത്? അതും ഈ പറഞ്ഞ ജനറൽ ആയിട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാർ വരുന്ന പരീക്ഷകളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവസരം ഈ ഓപ്പർച്യൂണിറ്റി അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ സഹകരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്നത് വെച്ചാൽ വളരെ വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്ലാനാണ്. അത് ഞാനിപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പറയില്ല, നമ്മുടെ ഗൂഗിൾ മീറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഗൂഗിൾ മീറ്റ് നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, താഴത്തെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഗൂഗിൾ മീറ്റ് പങ്കെടുക്കാം. എന്നിട്ട് നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു നോക്കാം. എന്തായാലും ഇത്തവണത്തെ 14 ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് തൂത്തുവാരി എടുക്കണം നമുക്ക്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു വൻ വിജയത്തിലേക്ക് ഒരു ടീമിനെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റ് ടോപ്പർ നമ്മുടെ ഹൃദ്യ, അങ്ങനെയുള്ളൊരു വലിയ ടീമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. അപ്പോൾ അതുപോലെ അതിനേക്കാളും മികച്ചൊരു ടീം ഇത്തവണ പഠിച്ചിറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. നിങ്ങൾക്ക് ഇനി ഓപ്പൺ ആയിട്ട് യൂട്യൂബിൽ എന്ത് കണ്ടന്റ് വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു.